കാക്കനാട് ഒരു പുതിയ ഗോൾഡൻ ഡയമണ്ട്സ് വരികയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ റൈറ്റ് എളുപ്പത്തിൽ ഗോൾഡും ഡയമണ്ടും ഒക്കെ വാങ്ങിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഗോൾഡിന് വില കൂടിയ വല്ലതും എനിക്ക് എൻ്റെ വില അല്ലെ ഗോൾഡിനേക്കാൾ വില കൂടിയ വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല. ജോബി സർ, ഗോൾഡിനെക്കാട്ടും വില കൂടിയ വല്ലതും ഉണ്ടോ? ഫ്ലാറ്റിന് അതിനേക്കാൾ വില കുറവാണ്. എൻ്റെ അറിവിലില്ല. കാലിഫോർണിയം അതെന്താ? അങ്ങനെ ഒരു മെറ്റലുണ്ട്. ഇറിഡിയം അതെവിടെ കിട്ടും? റോഡിയം അങ്ങനെ ഒരു മെറ്റൽ. അതുകൊണ്ട് മാലയും കമ്പലും ഒന്നും പണിയിച്ച് നോക്കത്തില്ല. അതൊക്കെ വിലയുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാം. വേറെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽസാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വലിയ വില കൂടിയ ലോഹമല്ല ഇടുന്നതെന്നുള്ള സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ. സ്വർണത്തിന് നിങ്ങൾ വിചാരിക്കുന്ന വിലയല്ല, അതിനേക്കാൾ കൂടിയ വിലയുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്വർണം വാങ്ങിച്ചോളൂ. സ്വർണം ആഭരണങ്ങളായിട്ട് ഇടാം, അല്ലാതെ ഇടാം. പിന്നെ സ്വർണം ഒരു വലിയ നിക്ഷേപം. സ്വർണം നമുക്കൊരു സമ്പാദ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ സ്വർണം മാത്രമേ ഉടനെ ആൾക്കാർ എടുക്കുകയുള്ളൂ. വസ്തുക്കളൊന്നും വിൽക്കാൻ പറ്റിയ കാലമല്ലേ. അതുകൊണ്ട് എല്ലാവരും നമുക്കാവുന്നത് പോലെ സ്വർണം ശേഖരിക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ സ്വർണം ഉള്ളത് ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ ജനങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് ഇന്ത്യയിലാണെന്നാണ് പറയപ്പെടുന്നത്. ശരിയാണെന്ന് തോന്നുന്നു. നമ്മളെ ആൾക്കാർക്കൊക്കെ സ്വർണ്ണത്തോട് താല്പര്യം രണ്ടുണ്ട്. ഒന്ന് ആഭരണം, പിന്നെ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. സന്തോഷം. എല്ലാവർക്കും നല്ല 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 മനോഹരമായ ഗോൾഡൻ ഓണം ആശംസിക്കും. നമുക്കൊരു കാര്യം ചോദിച്ചോട്ടെ? പാട്ട് പാടാൻ ഇല്ല, പറയില്ല. പറയണോ? നമുക്ക് ആർക്കെങ്കിലും സ്വർണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഞാനങ്ങനെ ഓർക്കുന്നില്ല ആർക്കെങ്കിലും സ്വർണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ. മമ്മൂക്കയ്ക്ക് ആരെങ്കിലും സ്വർണം വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അതോ എൻ്റെ ഭാര്യ ഒരു മോതിരം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മമ്മൂക്ക പറഞ്ഞ കാര്യം നമ്മൾ എല്ലാരും കേട്ടു. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ മമ്മൂക്ക? ഈയിടെ മമ്മൂക്ക എവിടെ പോയി വഴിതെറ്റിപ്പോയി എന്നൊക്കെ കേട്ടു. ഞാൻ നിങ്ങൾ പറയുന്ന വഴിതെറ്റിലല്ല, നിങ്ങൾ പറയുന്ന വഴിതെറ്റിപ്പോയതല്ലേ. വഴി തെറ്റിപ്പോയല്ലേ. ഞങ്ങളുടെ പോയ വഴി ബ്ലോക്കായിരുന്നു. വേറെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരാൾ വന്ന് ഒരു ഗുഡ് സമാരിറ്റൻ വന്ന് അല്ലേ? അതെ, ഞങ്ങൾ കണ്ടു. വേറൊരു കാര്യം കൂടെ ഞങ്ങൾ ന്യൂസിൽ വാങ്ങിച്ചു. അപ്പം ഞങ്ങൾക്ക് അതും കൂടെ ഒന്ന് ചോദിക്കണമായിരുന്നു. ഇന്ന് ചിങ്ങം 1 മമ്മൂക്കയുടെ ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, ഒരു കോക്ലിയർ ഇംപ്ലാന്റ് 2 കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തു. കാതോരം എന്ന് പറഞ്ഞൊരു ഇന്നാണ് അത് നടത്തിയെന്നൊക്കെ പറഞ്ഞു. സോ വി ജസ്റ്റ് വാണ്ട് ടു സേ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എൻ ഇൻസ്പിറേഷൻ എല്ലാ രീതിയിലും. ഓക്കെ, അപ്പം നമ്മുടെ മമ്മൂക്കെ ആണോ? വിളിച്ചോട്ടെ മമ്മൂട്ട. നോക്കാം. കയറി വരാൻ പാടാ. ഞാൻ അങ്ങോട്ട് പോയാൽ അതിനേക്കാളും പാടാ. ഒപ്പിട്ട് കൊടുത്താൽ മതിയോടെ